ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയ ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സഹപ്രവർത്തകരോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറയാതിരിക്കണം. ചിലരുണ്ട്, മിക്ക ആൾക്കാരും എങ്ങനെയാണ്, അവരുടെ പെട്ടെന്ന് സഹപ്രവർത്തകരോട് മിങ്കിളാവും. അങ്ങനെ സഹകരിക്കാതിരിക്കുന്നവർ കുറച്ച് പേരെ കാണുള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ അപ്പ് ആവാതിരിക്കാൻ ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തും. അവര് ഒരു പ്രത്യേക കാറ്റഗറി ആയിരിക്കും. പറയാം, അവർക്ക് എന്തോ ദുരൂഹതകളുണ്ട്, അവരൊന്നും കാര്യം വിട്ടു പറയില്ല, ഫാമിലി കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ പറയാത്ത കുറച്ച് ആൾക്കാരാണ്. കുറച്ചു പേരുടെ ജീവചരിത്രം മൊത്തം അവിടെ പാട്ടായിരിക്കും. എന്നുവെച്ചാൽ അവരെല്ലാം ഓപ്പൺ അപ്പായിട്ട് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിന്റെ ഒരു ദോഷവശങ്ങളും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതില് കൂടുതലും ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നത് കൊണ്ട് നമ്മൾ എല്ലാ കാര്യവും തുറന്നു പറയുന്നതിനുള്ള കുറച്ച് പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഓഫീസിലെ എല്ലാവരും നമ്മളോട് മാത്രം എന്താണ് സ്നേഹമുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളിൽ പങ്കാളികളാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഇവരോട് എന്ത് പറഞ്ഞാൽ ഇവരൊരു പ്രോബ്ലംസ് ഒരു സൊല്യൂഷൻ കാണുന്ന വ്യക്തിയാണ്, എല്ലാം അങ്ങ് തുറന്നു പറയാൻ. അങ്ങനെയല്ല. നിങ്ങളത് മനസ്സിലാക്കണം. എപ്പോഴാണ് അത് മനസ്സിലാക്കട്ടെന്ന് വെച്ചാൽ, നമ്മുടെ സങ്കടം കേൾക്കാൻ വലിയ ആഗ്രഹം, സമാധാനിപ്പിക്കാൻ ഒത്തിരി പേര് കാണും. നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു മുഹൂർത്തം ഉണ്ടാകുമ്പോൾ എത്ര പേരാണ് അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നത് മനസ്സിലാക്കുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതും അനുഭവത്തിൽ നിന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോണത്. ഒരു വ്യക്തിക്ക് എന്നും ഭയങ്കര കഷ്ടപ്പാടാണ്, വീട്ടില് ഫാമിലിയിൽ ഭയങ്കര പ്രശ്നമാണ്, ഹസ്ബൻഡുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്, ഒരു ഓഫീസിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവർക്ക് എന്നും പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവരെ കാണുമ്പോൾ തന്നെ, അയ്യോ ഹസ്ബൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു, വീട്ടിലെ പ്രശ്നങ്ങൾ എന്തായി, ഫിനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ സെറ്റായോ, ഇത് ചോദിക്കാൻ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ആണ്. കഷ്ടം തന്നെ. എന്നിട്ട് അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ പറയും, അയ്യോ അവർക്ക് ഭയങ്കര ഫാമിലി പ്രോബ്ലംസ് ആണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതിങ്ങനെ പറഞ്ഞ് ചെയ്യും. ഒരു ദിവസം ആ പറഞ്ഞ വ്യക്തി, പുള്ളിക്കാരി ഒരു നഴ്സായിരുന്നു, പുള്ളിക്കാരി വിചാരിച്ചു കാനഡയ്ക്കോ അയർലൻഡിനോ പോകാമെന്ന് മനസ്സുകൊണ്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ തീരുമാനിച്ചിട്ട് അവരുടെ സുഹൃത്തുക്കളോട് അതിങ്ങനെ പറയാണ്, ഞാൻ ജോലി സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോകട്ടെ, കോച്ചിങ് IELTS ഒക്കെ കോച്ചിങ്ങിന് പോകണം, അല്ലെങ്കിൽ OET എഴുതാൻ പോകണം, ഞാൻ അതിന് കോച്ചിങ്ങിന് പോട്ടെ ചോദിച്ചു. അത്രയും നേരം സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഏത് നേരവും ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന പറഞ്ഞ ടീമുകളെല്ലാം അപ്പൊ തന്നെ മാറാൻ തുടങ്ങി. അവരെന്ത് പറഞ്ഞു അറിയോ, എങ്ങനെ ഡ്യൂട്ടി ഷിഫ്റ്റ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെ പോവും, എല്ലാവർക്കും ഓരോരോ പ്രോബ്ലംസ്. പിന്നെ എന്നിട്ടും അവരത് സർവൈവ് ചെയ്ത് പോകാൻ തുടങ്ങി. അപ്പൊ ഇത് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം അതാ പറഞ്ഞത്, ഇവർക്ക് ഭയങ്കര കഷ്ടപ്പാട് പ്രശ്നങ്ങളാണ്. അവരതിനെ ഒരു ഓവർകം ചെയ്തൊരു സൊല്യൂഷൻ കണ്ടെത്തിയപ്പോൾ കൂടെയുള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത ഉപദേശങ്ങളായി. അവരെ തന്നെ ഓരോ ദിവസം പറയാം. ഇവര് ഏറ്റവും അടുപ്പമുണ്ടെന്ന് പറഞ്ഞ വ്യക്തികൾ പോലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, മീൻസ് ഡയറക്റ്റ് പിന്തിരിപ്പിക്കുകയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ UK പോയ ഇന്ന പ്രശ്നമാണ്, കാനഡയ്ക്ക് പോയ ഇന്ന പ്രശ്നമാണ്, അവിടെ എങ്ങനെ സർവൈവ് ചെയ്യും, മക്കളെ ആര് നോക്കും, അവർക്ക് IELTS കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ OET എഴുതി പാസ്സായില്ല, അവരെ കോച്ചിങ്ങിന് പോയതേ ഉള്ളൂ, അതിനു മുൻപേ അവിടുത്തെ ലൈസൻസിങ് എക്സാമിന് ഒരുപാട് പൈസ ആവില്ലേ, അവിടെ എങ്ങനെ നിങ്ങൾ സർവൈവ് ചെയ്യും, നിങ്ങളുടെ ഹസ്ബൻഡ് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും. ഇങ്ങനെ ആ പുള്ളിക്കാരി എന്നോട് പറയാണ്, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ചുറ്റുപാട് നിന്ന എല്ലാ മനുഷ്യരും, ഒരാള് പോലും നീ എന്നാ പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ലതാണ് എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ സപ്പോർട്ടീവ് ആയവര്. ബാക്കി ഇവരുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവര് പോലും എന്താ പറഞ്ഞെന്നറിയോ, കുഞ്ഞുങ്ങളെ ആര് നോക്കും, ഇതൊക്കെ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ അവിടെ ചെന്ന് താമസം എങ്ങനെയാകും, അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ, പിന്നെ ഇപ്പം നിങ്ങളുടെ മക്കളെ ആര് നോക്കും, ഇതെല്ലാം പഠിച്ചതിന് ഹസ്ബൻഡ് വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് അല്ലാതെ മറ്റൊന്നും അവര് കേട്ടില്ല. അപ്പോ അവര് പറഞ്ഞത്, പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. അത്രയും നേരം നമ്മുടെ സങ്കടത്തിൽ, നിങ്ങൾ ഓൾറെഡി അവരെക്കാളിൽ കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിരിക്കുകയാണ്, അത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, അവരത് സന്തോഷിക്കുന്നു. പുറമെ നിങ്ങളെ കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും, അയ്യോ നിങ്ങളുടെ കഷ്ടപ്പാട് എനിക്ക് ഭയങ്കര വിഷമാണ്, എനിക്ക് എന്താണ് നിങ്ങൾ ഇത്രയും വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ ഞാൻ എന്തും തരും, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അവർക്കപ്പോ ഈ പഠിക്കാൻ പോകാൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ഇതിന് സപ്പോർട്ട് കൊടുക്കാൻ പറയുമ്പോൾ അപ്പൊ അവരൊക്കെ മാറും. അപ്പൊ മുന്നോട്ട് വന്നവരൊക്കെ
പുറകോട്ടേക്ക് പോകും. എന്നിട്ട് അവരിതിന്റെ അവിടെ പോയാൽ സംഭവിക്കാൻ, അവിടെ പോയില്ല, ആ പരീക്ഷ പാസ്സായില്ല, അതിന് മുന്നേ തന്നെ അവരിങ്ങനെ പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കും, നിങ്ങൾ അവിടെ ചെന്നാൽ എന്ത് ചെയ്യും, അവിടെ എങ്ങനെ സർവൈവ് ചെയ്യും. ഇതാണ് പിന്നെ ഇവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞതെന്നറിയോ, അവര് ഇതിന് കോച്ചിങ്ങിന് പോയി ഇങ്ങനെയൊക്കെ എക്സാമിന് ട്രൈ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോ പോലും ഇവര് വേറെ ആരോടും ഇത് പറഞ്ഞില്ല. അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. എന്താണെന്ന് ബാക്കിയുള്ള പ്രോസസ്സിങ്ങിനെ കുറിച്ച് അവര് ആരോടും ഷെയർ ചെയ്തില്ല. പക്ഷേ ഇത് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇവരെ വിളിക്കുന്നു, പാർട്ടിക്ക് കൊണ്ടുപോകുന്നു, എല്ലാം ചോദിച്ചു, എന്തായി ഈ പോണ സമയത്ത് ഇവരെല്ലാം ഗ്യാങ് ആയിട്ട് ഇവരിത് പറയാതിരുന്നപ്പോൾ അവർ ഭയങ്കര ടെൻസ്ഡ് ആയി. എന്താണ് ഇവരുടെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നോ, എങ്ങനെയാണ് ഇവര് പോകുന്നത്, ഇവര് പോകുമോ, അവർക്ക് ഇരിക്കപ്പുറത്തിലാണ്, ഇവർ നന്നാവാൻ പോവാണല്ലോ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു സങ്കടം വരുമ്പോൾ അത് ഉള്ളാലെ സന്തോഷിച്ച് പുറമേ ഭയങ്കര സങ്കടം അഭിനയിക്കുന്നവരാണ് ഒരു പക്ഷം ആൾക്കാർ. ഇതിലൊന്നും ജെനുവിനായ ആൾക്കാരില്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, അവരെ എക്സാം എഴുതാൻ സഹായിച്ച, അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയുണ്ട് ഫിനാൻഷ്യലി. അതുപോലെ തന്നെ അവർക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത, അവരെ പോകാൻ വേണ്ടി പ്രേരിപ്പിച്ച് അവിടെ കൊണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത 10 പേരുണ്ടെങ്കിൽ 2 പേര് അവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത കൊളീഗായിരുന്നു. ബാക്കിയുള്ള 8 പേര് അവരെന്ത് ചെയ്യുന്നു നോക്കിയിരുന്ന് അവരെ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരാണ്. ഇതൊരു വശം. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു വശമാണ്. മറ്റൊരു വശം എങ്ങനെയാണെന്നറിയോ, നമ്മളെ കാണുമ്പോഴേ ആദ്യമേ തന്നെ നമ്മുടെ ഫാമിലിയിലെ കാര്യം അറിയാനായിരിക്കും ഇവർക്ക് ഇൻട്രസ്റ്റ്. ഹസ്ബൻഡിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഇതെല്ലാം. ഇപ്പൊ ചിലരെന്ത് ചെയ്യും, തുറന്ന പുസ്തകം പോലെ ഹസ്ബൻഡ് എങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്. ഹസ്ബൻഡ് വീട്ടിൽ ചെറിയതായിട്ടൊന്ന് മുഖം വെറുപ്പിച്ചാൽ പോലും ഞാൻ ഹസ്ബൻഡ് ഇന്നലെ പിണങ്ങി എന്നും പറഞ്ഞായിരിക്കും രാവിലത്തെ അവരുടെ മോർണിംഗ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ മാത്രം പേഴ്സണൽ സ്വത്താണ്, അല്ലെ, പേഴ്സണൽ അസറ്റ് ആണ്. അവിടെ ചിലപ്പം എല്ലാ ദിവസവും രാത്രിയും പകലും പോലെ തന്നെ ലൈഫും അങ്ങനെയാണ്. ഇന്ന് ചിലപ്പം കർമ്മേകമായിരിക്കും, നാളെ നാളെ നിലാവായിരിക്കും. അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അതിപ്പം ലൈഫ് അങ്ങനെയാണ്. ഇപ്പൊ എന്താ പറയുന്നത്, നമ്മൾ ഈ രാത്രിയും പകലും പോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. ഒരു ദിവസം പ്രശ്നമാണെങ്കിൽ അടുത്ത ദിവസം പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെല്ലാരും മനുഷ്യരല്ലേ. അപ്പൊ ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇന്നലെ രാത്രിയാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി ഇന്നലെ ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു പറയേണ്ട. നെക്സ്റ്റ് ഡേ അത് മാറും, അല്ലെങ്കിൽ അടുത്ത ദിവസം അത് മാറിയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഹസ്ബൻഡിനെ കുറിച്ച് അന്ന് പറഞ്ഞ കുറ്റങ്ങൾ, മക്കളെ കുറിച്ച് അന്ന് പറഞ്ഞ കുറ്റങ്ങൾ, അതെല്ലാം നമുക്ക് മായ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇവരുടെ മനസ്സിൽ അത് കിടക്കും. ഇവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് തക്ക ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്കെതിരെ അത് പ്രയോഗിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. നിങ്ങളുടെ ഹിസ്റ്ററി പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാത്ത സഹപ്രവർത്തകരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? അത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. എങ്ങനെയാണ് പിന്നെ നമുക്കൊരു മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് സുപ്പീരിയർ ആയിട്ടുള്ള സ്റ്റാഫ്, നിങ്ങൾ ഓഫീസേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് താഴെയുള്ളവരോട് നിങ്ങളുടെ കഥകൾ പറയാതിരിക്കുക. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായവരെ നിങ്ങളുടെ ഹിസ്റ്ററി കഴിഞ്ഞാൽ നിങ്ങളെ അങ്ങനെ മാത്രമേ അസസ് ചെയ്യുള്ളൂ. നിങ്ങൾ എത്ര പെർഫെക്റ്റ് ആയിരുന്നാലും അവര് നിങ്ങൾക്കെതിരെ ഒരു മേൽക്കോയ്മ സൃഷ്ടിക്കും. ഒരിക്കലും അതിപ്പോ സുപ്പീരിയർ ആയിക്കോട്ടെ അല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മുന്നിൽ നിങ്ങൾക്കൊരു ഒരു വില വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാവരുത്. നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് എല്ലാ കാര്യവും, ജെന്യുവിനായ വ്യക്തികൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. അത് കണ്ടെത്താനുള്ള വഴികൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ അങ്ങനെ കണ്ടെത്തുന്ന ആളോട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ഓടിക്കേറി കാണുന്നവരെല്ലാം ഫ്രണ്ട്സ് ആക്കാതെ ഇരിക്കുക. അങ്ങനെ കണ്ടെത്തുന്ന വ്യക്തികളെ. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെ നമ്മള് ചിലപ്പോൾ പ്യുവറാണ് നമ്മൾ കണ്ടെത്തിയ വ്യക്തി ചിലപ്പം അല്ലെന്ന് നിങ്ങൾ ബോധ്യപ്പെടുന്ന ആ സെക്കൻഡിൽ ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്ത് മാറാനുള്ള ഒരു വിൽ പവർ കൂടെ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ പറയണം, പറയാതിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അന്നന്ന് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളല്ലാതെ വീട്ടിലെ ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ചർച്ച ചെയ്യാതിരിക്കുക. അതിപ്പം നിങ്ങളുടെ മദറിലോ ആയിക്കോട്ടെ, ആരെ കുറിച്ചാണേലും. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരുമല്ലോ, നമ്മുടെ വീട്ടുകാർ മാത്രമല്ലല്ലോ, ഹസ്ബൻഡ് വീട്ടുകാരും ഒക്കെ ചേരുന്നതാണ്. അപ്പൊ അവരെ ആരെയും കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഓഫീസിൽ ചർച്ച ചെയ്യാതിരിക്കുക. അതൊരു വ്യക്തിയല്ല കേൾക്കുന്നത്, ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ ചർച്ച ചെയ്യുന്നത് നാളെ നിങ്ങളില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ അവൾ മറ്റുള്ളവരോട് അത് പറയും.
അവരുടെ ഫാമിലി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഹസ്ബൻഡ് അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും മറ്റുള്ളവരുടെ ജീവചരിത്രം അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചിലർ, നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ ഇനി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ 10 പേരുണ്ടായിരിക്കും. അതിൽ എത്ര പേരുടെ ഹിസ്റ്ററി നിങ്ങൾക്കറിയാം? അതിൽ ഒരാളെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ആ ആളത് പറയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാളെ ശ്രദ്ധിക്കൂ. അയാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾക്ക് എന്തുമാത്രം അയാൾ പറയാതിരിക്കുന്ന വ്യക്തിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും കടന്നു കയറുന്നുണ്ടോ, അവരുടെ ഓഫീസിലെ വില എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഒപ്പണപ്പാകുന്നത് നിർത്തുക. ആവശ്യത്തിന് മാത്രം വീട്ടിലെ ഹിസ്റ്ററി പറയുക. ഇനിയിപ്പോ നിങ്ങൾ സഡൻ ഇത് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങോട്ട് ചോദ്യം വരും. നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടായിരുന്ന വിശേഷം, എന്തായിരുന്നു വീട്ടിൽ സംഭവിച്ചത്, ഹസ്ബൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അകറ്റി നിർത്തുക. ഓക്കെ, താങ്ക് യു.